ലവനും കുശനും രാവണപുത്രന്മാരായിരുന്നു എന്ന് പറയുന്നു. അവിടെ ഈ രാവണനെ ദഹിപ്പിക്കുന്ന ചടങ്ങില്ല, പകരം തിരിച്ചാണ്. അങ്ങനെയുള്ള ഒരു ഗ്രാമം തന്നെയുണ്ട്. രാമനൊരു സഹോദരിയുണ്ട്, ഋഷിശൃംഗന്റെ ഭാര്യയായിട്ടുള്ള ശാന്ത. സഹോദരിയുണ്ട് രാമന് ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു ഈ ബലയും അതിബലയും കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്. രാമായണത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യങ്ങളിലൊന്നാണ്. വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തില് 52-ാം സർഗത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നു, രാമനും ലക്ഷ്മണനും മഹാമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചു. മാനിനെയും പന്നിയെയും. ഇതിനെ എതിർക്കുന്നവർ എത്ര പേര് വാൽമീകി രാമായണം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്? ഈ അധ്യാത്മരാമായണം വാസ്തവത്തിൽ ആധികാരികമല്ല. രാമന്റെ കുലം ക്ഷത്രിയ കുലമാണ്, രാവണന്റെ കുലവും രാക്ഷസ കുലമാണ്. രണ്ട് വാക്കിന്റെ അർത്ഥവും രക്ഷിക്കുന്നവനാണ് രാക്ഷസൻ. ഈ രാമന്റെയും രാവണന്റെയും ഇടയിൽ നമ്മളെ തളച്ചിട്ടിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള സത്യം നമ്മൾ കാണാതെ പോകും. രാമായണത്തിലുള്ള സത്യം, രാമായണത്തിന്റെ സത്യം. എനിക്ക് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയിൽ, അല്ലെങ്കിൽ കമ്പരാമായണമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഈ രാവണൻ്റെ മകളാണ് സീത എന്നുള്ള ഒരു വേർഷനുണ്ട്. ഒരു പക്ഷേ വയലാർ തന്നെ രാവണപുത്രി എന്ന് പറഞ്ഞൊരു കവിത നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ ചൊല്ലി സമ്മാനം വാങ്ങിയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞു കബദ്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാകണം എന്ന് പറഞ്ഞ കവിതയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വേർഷനോട് നമ്മൾ സംസാരിച്ച് പോകേണ്ടതില്ലേ? തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള ഇപ്പോ അസീസ് തരുവണ എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട് വയനാട്. അദ്ദേഹം ആദിവാസി രാമായണങ്ങളും മാപ്പിള രാമായണങ്ങളും ഉൾപ്പെടെ നിരവധി രാമായണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. രാമായണത്തിന് പല സാധ്യതകളുണ്ട്. ചില പാഠഭേദങ്ങളിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞത് വാൽമീകി രാമായണത്തിലില്ല. ചില രാമായണത്തിന്റെ പാഠഭേദങ്ങളിൽ ലവനും കുശനും രാവണപുത്രന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. മകളാണെന്നും പറയുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ട്. ചില പാഠഭേദങ്ങളിൽ ഇങ്ങനെയുമുണ്ട്. സീത അയോധ്യയിൽ തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവണൻ ജനിച്ചത് അയോധ്യയിൽ നിന്നൊരു ഏകദേശം 500 കിലോമീറ്റർ അപ്പുറത്തൊരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ ഇപ്പോഴും രാവണൻ പൂജ്യനാണ്. രാമായണത്തിലെ ഈ വേഷൻ അവിടെ വായിക്കില്ല ഗ്രാമീണർ. ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം. അവിടെ ഈ രാവണനെ ദഹിപ്പിക്കുന്ന ചടങ്ങില്ല, പകരം തിരിച്ചാണ്. അങ്ങനെയുള്ള ഒരു ഗ്രാമം തന്നെയുണ്ട്. ഈ ഏകദേശം എന്താ ബിസ്രത്തെന്നോ മറ്റോ പേരുള്ള ഏകദേശം അയോധ്യയിൽ നിന്നൊരു 500 കിലോമീറ്റർ ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത്. അതിങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ സംഭാഷണത്തിൽ എനിക്ക് ആ പേര് നാക്കിൽ വരുന്നില്ല. ആ ഗ്രാമത്തിൽ അതിൻ്റെ അടുത്താണ് കൈകേയി ജനിച്ചത്. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും കൈകേയിക്ക് രാവണനോട് വലിയ ആരാധനയായിരുന്നു. ഒരു യോദ്ധാവിന് മറ്റൊരു യോദ്ധാവിനോട് തോന്നുന്ന ആരാധന. ഈ ആരാധന ഇവിടെ വന്ന് സീതയോടെ ചോദിക്കുന്നുണ്ട്, രാവണനെ നീ കണ്ടുവോ? രാവണനെ എപ്പോഴും നമ്മൾ ഒരാളെ കുറിച്ച് നിരന്തരം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പൊ അവസാനം സീതയോടെ പറയും, ആ രാവണനെ ഒന്ന് വരച്ചു തരുമോ നീ? അപ്പൊ അവിടെ കിടന്ന ഒരു തടി കൊണ്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ സീത രാവണന്റെ മുഖം അതിമനോഹരമായിട്ട് വരച്ചു കൊടുക്കും. ഈ വരച്ചു കൊടുക്കുന്ന ഈ പീഠം കൈകേയി മനഃപൂർവ്വം എടുത്ത് രാമൻ ഇരിക്കാൻ കൊടുക്കും. രാമൻ ഞെട്ടിപ്പോവും. തൻ്റെ വീട്ടിൽ രാവണന്റെ ആ കണ്ണുകൾ ഒരിക്കലും രാമന് മറക്കാൻ പറ്റത്തില്ല. ആ തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള ദശഗ്രീവൻ തൻ്റെ ഇരിപ്പിടത്തിലിരിക്കുന്നു. രാമൻ ഞെട്ടിപ്പോയി. അതോടുകൂടിയിട്ടാണ് വാസ്തവത്തിൽ സീതയുമായിട്ട് രാവണൻ പിരിയുന്നതുമൊക്കെ. ഇത് കൈകേയിയുടെ ഒരു തന്ത്രമായിരുന്നു. ഈ വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിന് 6 കാണ്ഡങ്ങളേ ഉള്ളൂ. ഉത്തരകാണ്ഡം പിന്നീട് ചേർക്കപ്പെട്ടതാണ്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്നത് രാമന്റെ രാമായണത്തിൽ എത്തിക്സ് ആണ്. രാമൻ മഹാനാണോ രാവണൻ മഹാനാണോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി തർക്കങ്ങളും വാദങ്ങളും കൊണ്ട് ശബ്ദമുഖരിതമായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ശരിയാണ്, ഇവർ രണ്ടുപേരും ശരിയല്ല. രാമനെയോ രാവണനെയോ അല്ല നമ്മൾ നോക്കേണ്ടത്. അതിനകത്തുള്ള ഋഷിമാരും അവർ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളുമാണ് മുമ്പോട്ട്. അതിൽ ഈ വസിഷ്ഠൻ, കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ, രാമനൊരു സഹോദരിയുണ്ട്, ഋഷിശൃംഗന്റെ ഭാര്യയായിട്ടുള്ള ശാന്ത. സഹോദരിയുണ്ട് രാമന് ശാന്ത എന്ന് പറഞ്ഞിട്ടൊരു സഹോദരിയുണ്ട്. ഈ
മക്കളെ ഇവരൊക്കെ ഉണ്ടായി. ഇവരെ പഠിപ്പിക്കാൻ വസിഷ്ഠനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ വസിഷ്ഠൻ രാമനെ പഠിപ്പിച്ചിട്ട് ഇവരെ രണ്ടുപേരെയും പഠിപ്പിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ഇവരെ 4 പേരെയും പഠിപ്പിച്ചു. അതുകൂടാതെ ശാന്തയും അല്ല, അതിനു മുമ്പ് ഈ പറയുന്ന സന്ദർഭത്തിൽ ശാന്തയില്ല. ശാന്തയെ വാൽമീകി രാമായണത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം രാമായണത്തിന്റെ കാമ്പാണ്. വസിഷ്ഠൻ പറയുകയാണ്, സൗമിത്രേ കുമാര, നീ എല്ലാ വിദ്യകളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേദോപാംഗങ്ങൾ, വൈദ്യം, ജ്യോതിഷം, അങ്ങനെ ഓരോന്നിൻ്റെയും പേരെടുത്ത് പറഞ്ഞിട്ട് പറയും, ഈ വിദ്യകളെല്ലാം നിജ ശ്വാസമെന്നറിയുക. ഇതെല്ലാം നിന്റെ ശ്വാസമാണ്. ഈ ശ്വാസം എന്നുള്ള വാക്ക് യേശുക്രിസ്തു വിശ്വാസം, സമാശ്വാസം, ആത്മവിശ്വാസം, ഈ ശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പൊ നമ്മളുടെ മുമ്പിൽ ചികിത്സിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ ആദ്യം നമ്മൾ ചെയ്യുന്നത് വൈദ്യന്റെ ശ്വാസത്തിലേക്ക് അവരെ കൊണ്ട് സമാശ്വസിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഗുരുകുലത്തിൽ ചികിത്സയ്ക്ക് വരുന്നവര് ഒരുപാട് സമയമെടുക്കുന്നു. നമ്മളെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാതിയാണ്. മർമ്മ ചികിത്സ ഒരാളെ ചെയ്യണമെങ്കിൽ ആ മുമ്പിൽ വരുന്ന ആളിനെ സമാശ്വസിപ്പിക്കണം, അയാളുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം, അയാളുടെ ഭയം മാറ്റി അയാളുടെ ശ്വാസത്തിനെ നേരെയാക്കിയാൽ മാത്രമേ വർമ്മം പ്രവർത്തിക്കൂ. വിശ്വാസം വരണം അല്ലെ? വിശ്വാസം വരണം. ഇതെല്ലാം ശ്വാസമാണ്. വസിഷ്ഠൻ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഇങ്ങനെയാണ്, മോനെ സകലതും നിന്റെ ശ്വാസമാണെന്നറിയുക. ഈ രംഗം എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് മലയാള അധ്യാത്മരാമായണത്തിൽ വരച്ചിട്ടിരിപ്പുണ്ട്. ഈ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൊടുക്കുന്ന പഠനത്തിനെ പഞ്ചഭൂത പരിചയം എന്ന് ഒറ്റ വാക്കിൽ വാൽമീകി രാമായണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം. പഞ്ചഭൂതങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നതും ശ്വാസം എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള അടിസ്ഥാനമായ അറിവാണ് കൊടുത്തിരിക്കുന്നത്. അതിജീവനത്തിന്റെ അറിവാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ആഹാരം കഴിക്കണം, എങ്ങനെ ഉറങ്ങണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉണ്ണികളെ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് അടുത്ത ഗുരുവിന്റെ കയ്യിലേക്ക് പോവുകയാണ് രാമൻ. അടിസ്ഥാനമായി നമുക്ക് വേണ്ട വിദ്യാഭ്യാസം അതാണല്ലേ? അടിസ്ഥാന വിദ്യാഭ്യാസമാണ് പഞ്ചഭൂത പരിചയം. നമ്മൾ രാമന്റെയും രാവണന്റെയും ശരിയും തെറ്റുകളും ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് രാമായണത്തിന്റെ കാമ്പുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു ഉപചോദ്യം കൂടി, അതായത് ഈ ഒരു രീതി നിങ്ങൾ ഗുരുകുലത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു? തീർച്ചയായിട്ടും. അതാണ് ഈ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കളരിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ. നിങ്ങൾ ഗുരുകുലത്തിലെ കുട്ടികളെ നോക്കിയാൽ, അവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും. ഇത് ഈ വിദ്യയെ ഉപാസിക്കുന്ന, അത് മുമ്പോട്ട് ഞാൻ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇതെന്റെ ഗുരു എനിക്ക് ദീക്ഷ തന്നതിന് ശേഷം, ഞാൻ പലയിടത്തും പറയാറുണ്ട്, ശ്രീകുമാർ എന്നുള്ള അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് രാമായണത്തിനെ സാധന ചെയ്യാനാണ് പറഞ്ഞു. കൊട്ടിയൂര് കാട്ടിൽ പോയിരുന്നു, പാലുകാച്ചി മലയുടെ മുകളിലും ഒക്കെ പോയിരുന്ന് രാമായണം ഇങ്ങനെ രാത്രിയിൽ വയറിളക്കാനുള്ള മരുന്ന് കഴിക്കും, ആവണക്കെണ്ണ കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കും. രാവിലെ നന്നായിട്ട് വയറ്റിൽ നിന്ന് പോകും, രാമായണം ഇരുന്ന് വായിക്കും. പിത്തത്തിനെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉള്ളു തെളിയും. ഒരു ദിവസം 3 പ്രാവശ്യമൊക്കെ രാമായണം പൂർണ്ണമായിട്ട് ഇരുന്ന് ഇങ്ങനെ വായിക്കും. ഇങ്ങനെ എത്രയോ ദിവസങ്ങൾ രാമായണത്തിൽ മുഴുകി എണ്ണം അറ്റ ദിവസങ്ങളിൽ ആ ഒരു കാലഘട്ടം രാമായണത്തിലൂടെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോയിട്ടാണ് വൈദ്യത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. വൈദ്യം പഠിപ്പിക്കാൻ രാമായണത്തിലെ കഥാപാത്രങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വസിഷ്ഠന്റെ അടുത്ത് നിന്ന് അടുത്ത വിശ്വാമിത്രൻ എന്ന് പറയുന്ന ഋഷിയുടെ അടുത്തേക്കാണ്. ഈ വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ എപ്പോഴും തർക്കം നിലനിൽക്കുന്നതാണ്. അടുത്ത രാമായണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പഠിക്കേണ്ട പാഠമാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പരസ്പരമുള്ള ശത്രുത മറക്കണം. ഇന്ന് ഒരുത്തന് വേറൊരുത്തനെ കണ്ടുകൂടാ. അനുജൻ ജ്യേഷ്ഠന്റെ കാല് വെട്ടുന്ന കാലമാണ്. ആ കാലത്ത് നമ്മൾ പഠിക്കേണ്ടത് വിശ്വാമിത്രനും വസിഷ്ഠനും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് അവർ തമ്മിലുള്ള ബന്ധം. ആ കുട്ടികളെ വസിഷ്ഠൻ വേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോകില്ല, പിഞ്ചു ബാലന്മാരാ.
5 വയസ്സിൽ താഴെ അല്ലേ? ആ വയസ്സ് ഞാൻ പറയുന്നില്ല, അതിനകത്ത് വിവാദം വരും. കാരണം അടുത്ത ഭാഗം പറയുമ്പോൾ അത് വിവാദം വരും. കേൾക്കുന്നവർ ചിന്തിച്ചോട്ടെ. രാമൻ വിശ്വാമിത്രന്റെ ഒപ്പം പോവുകയാണ്. അപ്പൊ അവിടെ വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം വനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ആൺകുട്ടികളെ മാത്രമേ കൂടെ കൂട്ടത്തുള്ളൂ. ഈ വനത്തിലേക്ക് പോകുമ്പോൾ ഈ വനത്തിലെ ജീവിതം ഒരു പ്രത്യേകമായിട്ടുള്ള ജീവിതമാണ്. ഇതൊരു പ്രശിക്ഷണമാണ്. ഭാരതത്തിൻ്റെ ഭാഗ്യവിധാക്കന്മാരായിട്ടുള്ള ഋഷിമാർ ഭാരതത്തിൻ്റെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഈ കാർട്ടൂണിലൊന്നും കാണുന്ന പോലല്ല വനം. വനത്തിൽ ചെള്ളുണ്ട്. ഈ ചെടികളിലൊക്കെ ഇങ്ങനെ തട്ടിപ്പോകുമ്പോൾ മാൻചെള്ള്, പന്നിച്ചെള്ള്, ഇത്തരത്തിലുള്ള ചെള്ളുകൾ തൊട്ട് കുടിക്കുന്ന വെള്ളം മുതൽ സകലതും ദിഗ്ഭ്രമം സംഭവിക്കും. വനത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ, നാഗരികനായ ഒരു മനുഷ്യനെ വനത്തിനുള്ളിലൂടെ കടത്തിക്കൊണ്ടുവരുന്നാൽ അവന് കിട്ടുന്ന ജീവിത സമ്പത്ത് വളരെ വലുതാണ്. പുതിയ നാഗരികതകൾ സൃഷ്ടിക്കാൻ മനുഷ്യൻ എപ്പോഴും വനത്തിൻ്റെ സഹായം തേടിക്കൊണ്ടാണ് ഏത് സംസ്കൃതിയിലും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവരെ വനവാസത്തിന് കൊണ്ടുപോവുകയാണ്. ഈ വനവാസത്തിന് ചെല്ലുമ്പോഴാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത, ആദ്യം ശ്വാസത്തിൻ്റെ പഞ്ചഭൂത മന്ത്രമാണ് വസിഷ്ഠൻ കൊടുത്തതെങ്കിൽ അടുത്ത വിശ്വാമിത്രൻ കൊടുക്കുന്നത് ബലയും അതിബലയുമാണ്. ഈ ബലയും അതിബലയും കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രമാണ് ഈ ബലയും അതിബലയും. എൻ്റെ ചെവിയിൽ ചൊല്ലിത്തന്ന മന്ത്രമാണ് ഈ ബലയും അതിബലയും. നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ മന്ത്രം എന്താണെന്ന് ആർക്കും അറിയില്ല. രാമായണത്തിലെ ഏറ്റവും വലിയൊരു രഹസ്യങ്ങളിലൊന്നാണ്. ഈ ബലയും അതിബലയും 12 ഗുണങ്ങളാണ്. വാക്ശുദ്ധി വരും, ഒരിടത്തും പരാജയപ്പെടില്ല, വിശപ്പോ ദാഹമോ നിങ്ങളെ അലട്ടില്ല, സമ്പത്തിന് ഒരു കുറവും വരില്ല, പരമമായ ജ്ഞാനം കൈവരും, ഒരു മന്ത്രവും ഏൽക്കില്ല, ഒരു മന്ത്രമൂർത്തികളും ആ വ്യക്തിയെ സ്പർശിക്കില്ല. അതായത് ഇന്നത്തെ മന്ത്രവാദങ്ങളൊന്നും ഏൽക്കില്ല. ഇങ്ങനെ 12 തരത്തിലുള്ള ഫലശ്രുതികളുള്ള ബലയും അതിബലയും എൻ്റെ ആ ചെവിയിൽ ആ ബലയും അതിബലയും കേട്ട നിമിഷം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വലിയ ബലയും അതിബലയും ഓതിത്തരത്തേ ഉള്ളൂ, എഴുതി വച്ചിട്ടില്ല. അത് അതിൻ്റെ ബീജമന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു മന്ത്രമാണ്, ഒരു ഏകദേശം 40 സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായിട്ടും ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമാണത്, ബലയും അതിബലയും. അത് ഈ ശ്വാസം ഉറച്ചവന് മാത്രമേ ബലയും അതിബലയും കൊടുക്കാൻ പറ്റൂ. വൈദ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യവും ഈ ബലയും അതിബലയിലും ഇരിപ്പുണ്ട്. ചികിത്സയുടെ രഹസ്യങ്ങൾ ഇരിപ്പുണ്ട് ബലയിലും അതിബലയിലും. ഈ ബലയും അതിബലയും കൊടുക്കുകയാണ്. അവിടെ നിന്നാണ് അവരെ മുമ്പോട്ട് നയിക്കുന്നത്, ജാനകിയെ വരിക്കുന്നത്. ഞാൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇതിനകത്ത് വലിയ തർക്കമുള്ള വിഷയമാണ്. അപ്പം ഞാനായിട്ട് ഈ പ്രായമൊന്നും പറയുന്നില്ല. കേൾക്കുന്നവർക്ക് സങ്കല്പിക്കാം രാമൻ്റെ പ്രായവും സീതയുടെ പ്രായവും വിവാഹത്തിൻ്റെ കാലഘട്ടവും ഒക്കെ. തിരിച്ച് അയോധ്യയിലേക്ക് വരിക. ഏതൊരു മനുഷ്യനും ഒരു കംഫർട്ട് സോണിനകത്ത് ഇരിക്കും. ആ കംഫർട്ട് സോണിനകത്തുനിന്ന് പുറത്തേക്ക് വന്നാലേ അവൻ്റെ വളർച്ചയുണ്ടാകും. രാമായണത്തിലെ അടുത്ത ഒരു സന്ദേശം ഇതാ. ഈ കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ കാട്ടിലേക്ക് ഇട്ടു. പിന്നീട് ഇതപര്യന്തം രാമൻ്റെ ജീവിതത്തിനെ രൂപപ്പെടുത്തിയത് ഈ വനവാസമാണ്, ഈ ബലയും അതിബലയുമാണ്. ശരീരവും മനസ്സും വാക്സിനേറ്റഡ് ആവും അല്ലേ? അതെ. ഇവിടെ ഭക്ഷണ രീതികൾ എല്ലാത്തരം മനുഷ്യരുമായിട്ട് ഇടപഴകാൻ രാമന് പറ്റി. സാധാരണ ഭക്ഷണം രാമൻ കഴിച്ച ഭക്ഷണം എന്താ? വാൽമീകി രാമായണം അയോധ്യാകാണ്ഡത്തിൽ 52-ാം സർഗത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, രാമനും ലക്ഷ്മണനും മഹാമൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചു. മാനിനെയും പന്നിയെയും വേട്ടയാടി ഭക്ഷിച്ചതിന് ശേഷം ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. വാൽമീകി രാമായണത്തിലാണ് അയോധ്യാകാണ്ഡത്തിലെ 52-ാം സർഗം. വീണ്ടും ഏറി പോകുന്ന സ്റ്റേറ്റ്മെന്റാണ്. അല്ല, ഇത് ഒന്നുകിൽ ഇത് വാൽമീകി രാമായണത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളയണം. ഇത് മാത്രമല്ല, ഇപ്പോൾ
സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് സെറ്റിലാക്കി തന്നാൽ 1000 കുടം മദ്യവും മത്സ്യമാംസാദികളും കൊണ്ട് പൂജിച്ചു കൊള്ളാം എന്ന്, ബലി നൽകി പൂജിച്ചു കൊള്ളാമെന്ന് അതേ കാണ്ഡത്തിൽ സീത പ്രാർത്ഥിക്കുന്നുണ്ട്. ആരോടെ? വാൽമീകി രാമായണത്തിൽ ഗംഗ. ഇപ്പൊ ഗുഹൻ ഇത് കീർത്തികുമാർ പറയുന്നേ ഉള്ളൂ, രാമായണത്തിലുള്ള കാര്യമാണ്. ഇത് വാൽമീകി ഇന്ന് രാവിലെ ഞാൻ വായിച്ചതാണ്. ഇന്ന് രാവിലെ ഞാനൊരു 3:30 എഴുന്നേറ്റിരുന്നു. എൻ്റെ കയ്യില് വാൽമീകി രാമായണത്തിന്റെ 3 വോള്യം വെച്ചിട്ടുള്ള 2 സെറ്റ് ഉണ്ട് എൻ്റെ. കാരണം ഞാനിത് എപ്പോഴും വായിക്കുന്നതാണ്, എപ്പോഴും എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട്, അല്ലാതെ വെറുതെ വന്നിരുന്ന് പറയുന്നില്ല. ഇപ്പൊ ഗുഹനെ കാണാനായിട്ട് ഗുഹനും ശത്രുഘ്നും വന്ന് കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹവും ഇതേ രീതിയിൽ പിന്നെ മാംസം ഭക്ഷണമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഈ അയോധ്യാകാന്ഡത്തിൽ തന്നെ 4ഓ 5ഓ സ്ഥലത്ത് രാമന്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് ഇതേ രീതിയിൽ പരാമർശമുണ്ടായിരുന്നു. ഇപ്പൊ ധ്രുവറാഠി രാമൻ മാംസം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് കേസായി. പക്ഷേ കേസ് കൊടുത്തവർ മണ്ടന്മാരാ. ഒരിക്കൽ ഇതിനെ എതിർക്കുന്നവർ എത്ര പേര് വാൽമീകി രാമായണം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്? ഇവരാകെ അമ്പലത്തിൽ മൈക്ക് വെച്ചിട്ട് ഈ അധ്യാത്മരാമായണം കേൾക്കുന്നതാണ്. ഈ അധ്യാത്മരാമായണം വാസ്തവത്തിൽ ആധികാരികമല്ല. അല്ലെങ്കിൽ എവിടെ മുതലാണ് ഹിന്ദുക്കൾക്ക് ഈ മത്സ്യവും മാംസ്യവും എന്താ പറയുക ഒഴിവാക്കേണ്ട ഒരു ചിന്ത വന്നത്? അത് വൈഷ്ണവ മതം ആണ് ഇത്തരത്തിൽ ചെയ്തത്. ജൈനമതവും വൈഷ്ണവ മതവുമാണ് ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഭക്ഷണത്തിനെ അപമാനിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ പ്യുവർ വെജിറ്റേറിയൻ, എന്തൊരു മണ്ടത്തരോ അത്. അപ്പം ബാക്കിയുള്ള ഭക്ഷണം പ്യുവർ അല്ലേ? നീ ഇതിൻ്റെ ഇടയിൽ ചോദിച്ചോട്ടെ, ഗുരുകുലത്തിലെ ചികിത്സാ രീതിയിൽ മാംസം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചില കഷായങ്ങൾ കഴിക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ആവണക്കിന്റെ വേരുള്ള ചില കഷായങ്ങൾ കഴിച്ചാൽ മാംസഭക്ഷണം കഴിക്കരുതെന്ന് പറയും. കാരണം ഈ പ്രോട്ടീനെ ദഹിപ്പിക്കുന്നതിനുള്ള ശേഷിയൊക്കെ ചിലപ്പോൾ ആ സമയത്ത് ശരീരത്തിനൊന്ന് കുറയും. അതുകൊണ്ട് ചില കഷായങ്ങൾ കഴിക്കുമ്പോൾ മാംസഭക്ഷണം കഴിക്കരുതെന്നാണ്. ഗുരുകുലത്തിൽ എല്ലാ ദിവസവും മാംസഭക്ഷണം ഉണ്ട്, മുട്ടയുണ്ട്. പ്രത്യേകിച്ചും കളരിയിലെ കുട്ടികൾക്ക് കൃത്യമായിട്ട് മുട്ടയും മീനും ഇറച്ചിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അത് അത്രത്തോളം എഫേർട്ട് അവർ എടുക്കുന്നുണ്ട്. എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്യുവറായിട്ടുള്ള ഭക്ഷണവും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ പിടിച്ച് കുറച്ച് ചത്ത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിയുടെ മാംസം ഏറ്റവും ശുദ്ധം തന്നെയാണ്. ദഹന പ്രക്രിയയായിട്ട് നോക്കുമ്പോൾ അത് കൂടുതൽ ദഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുള്ള ചിക്കനോ മട്ടനോ മുട്ടയോ മലത്തിൽ കൂടെ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന ചീരയും സകല സാധനങ്ങളും മലത്തിൽ കൂടെ. അപ്പൊ പച്ചക്കറിയെ കഴിഞ്ഞും കൂടുതൽ, അല്ലെങ്കിൽ ഈ റോ വെജിറ്റബിളിനെ കഴിഞ്ഞും കൂടുതൽ വേഗം ദഹിക്കുന്നത് മാംസമാണ്. തിരിച്ചാണ് പ്രധാനം നടക്കുന്നത്. ഇത് പരീക്ഷ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾക്കോ ആരുടെയെങ്കിലും സാമാന്യ ദഹനശേഷിയുള്ള ഒരു മനുഷ്യൻ ചിക്കൻ കഴിച്ചു, അടുത്ത ദിവസം മലത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ഒരു കഷ്ണം പോലും കാണത്തില്ല. എന്നാൽ വെണ്ടയ്ക്ക കഴിച്ചാൽ കുരു ഉറപ്പായിട്ടും കാണും. ഘടകങ്ങൾ പലതും ഈ പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ മൂത്ത പച്ചക്കറികളാണ് ഈ കടകളിൽ വരുന്നത്. ഒരു വള്ളിയിൽ നിന്ന് മുറിച്ച് 3 മണിക്കൂറിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി. നമ്മൾ മണിക്കൂറുകൾ കഴിഞ്ഞ് മൂപ്പത്തി അതിൻ്റെ നാരുകൾ വയറിന് ദഹിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിട്ടാണ് പല പച്ചക്കറികളും കഴിക്കുന്നത്. നമ്മൾ ഈ ചീരയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ഒന്ന് മലത്തിൽ കൂടെ നോക്കണം, അത് ദഹിക്കാതെ നേരെ അങ്ങ് പോകും. ഇന്ന് വരെ ആടും കോഴിയും ഒന്നും ദഹിക്കാതെ പോയ ചരിത്രമില്ല. ഇപ്പൊ നമ്മൾ ഈ പ്യുവർ വെജ് രാമായണത്തിൽ ഭക്ഷണത്തിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് രാമന്റെ ഭക്ഷണ രീതികളെ കുറിച്ച് പറയുന്നത് എന്ന ഭാഗം പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ രാമായണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമില്ലാത്തതും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങളെപ്പറ്റി ഒക്കെ അങ്ങിപ്പോൾ സംസാരിച്ചു. പ്രേക്ഷകരത് അതിൻ്റേതായ തലത്തിലെടുക്കട്ടെ. നമുക്ക് രാമായണം വായിക്കുമ്പോൾ, നമുക്ക് രാമായണം മനസ്സിലാക്കുമ്പോൾ രാവണനെയും ലക്ഷ്മണനെയും എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു കഥ പറയുന്നതിലൂടെ, ഇപ്പോൾ വാൽമീകി ആയിക്കോട്ടെ, കോടിക്കണക്കിന് മറ്റ് രാമായണങ്ങളായിക്കോട്ടെ, പക്ഷേ ഈ കഥയിൽ നിന്ന് നമുക്ക് പകർന്നു തരുന്ന കുറേയേറെ സിദ്ധികളുണ്ട്. ഇപ്പം ബാലിയുടെ കഥ, അതൊരു സിദ്ധിയാണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ 10 തലയുള്ള രാവണൻ,
ബാലിയും സുഗ്രീവനും ഇരട്ട പെറ്റ രണ്ടുപേരുടെയും സ്വഭാവത്തിലെ അങ്ങേയറ്റം വൈരുദ്ധ്യത. രാമൻ ബാലിയെ കൊന്നു കഴിഞ്ഞിട്ട് സുഗ്രീവൻ്റെ സഹായം രാവണനിലേക്ക് എത്താൻ വേണ്ടി സുഗ്രീവൻ്റെ സഹായം തേടി എന്ന് പറയുമ്പോൾ മരണപ്പെടുന്ന ബാലി രാമനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവണനെ അങ്ങയുടെ മുന്നിൽ എത്തിച്ചു തന്നേനെ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു കഥയൊക്കെ ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകൾ, അമ്മയും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള കഥകളൊക്കെയാണ്. അപ്പോൾ ഈ ബാലി എന്ന കഥാപാത്രവും ഹനുമാൻ എന്ന കഥാപാത്രവും രാവണൻ എന്ന കഥാപാത്രവും ലക്ഷ്മണൻ എന്ന കഥാപാത്രവും ഇതിനേക്കാളെല്ലാം വലിയൊരാളുണ്ട്, 6 മാസം ഉറങ്ങുന്ന ഒരു കഥാപാത്രമുണ്ട്, കുംഭകർണൻ. അതും മറ്റൊരു കഥാപാത്രമാണ്, രാവണൻ്റെ സഹോദരനാണ്. അപ്പം ഈ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ഈ ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിലെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ നമ്മുടെ ചെവിയിൽ ഓതിത്തരുന്ന, കെട്ടിപ്പിടിച്ചോതിത്തരുന്ന കഥകൾ പോലെ ഈ കഥാപാത്രങ്ങളെല്ലാം പോർട്രേറ്റ് ചെയ്ത് ഇങ്ങനൊരു കഥ പറയുമ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉൾക്കൊണ്ട് ജീവിതത്തിൽ അവരെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം സുഗമമാകുന്ന ഒരു തലം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കഥാപാത്രങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ഏറ്റവും അധികം നോക്കുമ്പം ഈ 10 തലയുള്ള രാവണനെ നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. 10 തലയുണ്ടോ രാവണന്? 10 ആൾക്കാരുടെ ശേഷിയാണോ? അങ്ങ് രാവണന്റെ ഒറിജിനൽ പേര് പറഞ്ഞിരുന്നു, അത് ദശഗ്രീവന്റെ എന്താണ് അതിന്റെ അത്തരം കാര്യങ്ങളോട് നമുക്കൊന്ന് ചർച്ച ചെയ്യും. ഈ രാമന്റെ കുലം ക്ഷത്രിയ കുലമാണ്, രാവണന്റെ കുലവും രാക്ഷസ കുലമാണ്. 2 വാക്കിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. രക്ഷിക്കുന്നവനാണ് രാക്ഷസൻ. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് സാധനമാണ് അതെ. ഇപ്പോ നമ്മളിവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രക്ഷസ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ, രക്ഷസ്. ഈ രക്ഷസ് രക്ഷിക്കുക എന്നുള്ളതാണ് രക്ഷസിന്റെ ജോലി. ഇപ്പൊ ദശരഥൻ എന്ന വാക്കെടുത്താൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലാതെ 10 രഥത്തിൽ എപ്പോഴും കയറി നടക്കുന്നവനെന്നല്ല. ദശരഥൻ എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിൽ നിന്നാണ് ആ വാക്ക് അദ്ദേഹത്തിൻ്റെ വന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് നേമിന്നോ മറ്റോ ആണ്. അതേപോലെ നമ്മളിപ്പോൾ പിണറായി എന്ന് പറഞ്ഞാൽ നമുക്കൊരാളാണ്, വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പിണറായി എന്ന് പറയണം. ഇപ്പോൾ വിശേഷണത്തിലൂടെയാണ് പലപ്പോഴും. ഇപ്പൊ മോദി എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയുടെ പേരാണ്, പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞാൽ ഒറ്റ മോദിയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ രാവണന്റെ ഈ ശിവന്റെ 3 ഭാവങ്ങളുണ്ട്. ആ 3ാമത്തെ ഭാവമാണ് നമ്മൾ പറഞ്ഞു വരുന്ന ഭാഗത്ത്. 3ാമത്തെ ഗുരുവിലേക്ക് എത്തുമ്പോൾ ആ 3 ഭാവവും നമുക്ക് പറയേണ്ടി വരും. 1 ശരഭേശ്വരൻ, 2 ഖഡ്ഗരാവണൻ, 3 അഘോരൻ. ഇങ്ങനെ 3 ഭാവങ്ങളുണ്ട്. ശിവന്റെ ഏറ്റവും ഉഗ്രവും രൗദ്രവുമായ ഭാവങ്ങളാണ്. ഈ തൃശൂലത്തിന്റെ സങ്കല്പമൊക്കെ ഇതാണ് തൃശൂലം. അതിൽ 3 ഭാവങ്ങൾ എങ്ങനെ പിടിക്കുന്നതാണ് ഈ തൃശൂലം സങ്കല്പം. ഈ ശിവൻ എന്ന് പറയുന്നത് ഒരു ദൈവമല്ല, ശിവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൈവം അല്ല. ശിവൻ എന്ന് പറയുന്നത് ഒരു തത്വമാണ്. ആ തത്വത്തിൽ നിന്ന് നിരവധി ദേവതാ സങ്കല്പങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 3 ദേവതാ സങ്കല്പങ്ങളാണ് ഖഡ്ഗരാവണൻ, അഘോരമൂർത്തി, ശരഭേശ്വരൻ. ഈ പേര് സാധാരണയായിട്ട് അധികം കേട്ടിട്ടില്ല. ഇത് തന്ത്രശാസ്ത്രങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഈ 3ന്റെയും വിധികൾ പറഞ്ഞിട്ടുണ്ട്. രുദ്രയാമളം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഖഡ്ഗരാവണനെയാണ് രാവണൻ ഉപാസിച്ചിരുന്നത്. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ മുറിക്കുന്നത്, രവം എന്ന് പറഞ്ഞാൽ ശബ്ദം, മുറിക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ടുള്ള ആ ശിവനെ മഹാമുദ്ര ബന്ധിച്ച്, ഈ മഹാമുദ്ര ബന്ധിക്കുന്നത് ആണ്, ആ മഹാമുദ്രയുടെ രഹസ്യമാണ് മണ്ഡോദരിയിലിരിക്കുന്നത്. മണ്ഡോദരിയും രാവണനും ചേരുമ്പോഴാണ് ഈ മഹാമുദ്ര വരുന്നത്. ആ മഹാമുദ്രയ്ക്ക് ഇതിൽ കൂടുതൽ ഇത് പരസ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. ആ മഹാമുദ്ര ബന്ധിച്ച് ഈ ഖഡ്ഗരാവണനെ ഉപാസിച്ച് ആ ഖഡ്ഗരാവണനെ സ്വാംശീകരിച്ച വ്യക്തിയാണ് രാവണൻ. ശരഭേശ്വരൻ, ഏറ്റുമാനൂരപ്പൻ ശരഭേശ്വരനാണ്. ഇതാർക്കും അതറിയത്തില്ല. ശിവന്റെ ഏറ്റവും
ഉഗ്രസ്വരൂപങ്ങൾ. ഈ ഖഡ്ഗരാവണനാണ് ടിബറ്റൻ താന്ത്രിക സങ്കല്പത്തിൽ, ബുദ്ധൻ്റെയൊക്കെ സങ്കല്പത്തിൽ, ബുദ്ധനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഖഡ്ഗരാവണൻ വരുന്നുണ്ട്. ഈ ഖഡ്ഗരാവണൻ ഒറ്റയ്ക്കല്ല, 8 മന്ത്രമൂർത്തികളുമായിട്ടാണ് ഈ ഖഡ്ഗരാവണൻ വരുന്നത്. അത് നമ്മൾ ഭൂട്ടാനിലും ടിബറ്റിലും ഒക്കെ പോയാൽ അവിടെ പലയിടത്തും അവരുടെ ഈ കർമ്മങ്ങളിലൊക്കെ ഈ ഖഡ്ഗരാവണനെ അവർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഖഡ്ഗരാവണൻ എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ദശഗ്രീവനാണ് അതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഈ ശരഭേശ്വരനിലേക്ക് വന്നാൽ ഈ വൈഷ്ണവ പാരമ്പര്യത്തിനെ, വൈഷ്ണവരുടെ ശല്യം വല്ലാതങ്ങ് മൂത്തു. ഭാരതത്തിൻ്റെതായ എല്ലാ മൗലിക സാധനങ്ങളെയും തങ്ങളുടേതാക്കി മാറ്റി അവിടേക്കൊരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ബിംബത്തിനെ കൊണ്ടുവന്നു. നരസിംഹം എന്ന് പറയുന്ന ഒരു മന്ത്രമൂർത്തിയെ സൃഷ്ടിച്ചു. ആ മന്ത്രമൂർത്തിയെ വെച്ചിട്ട് ആഭിചാരം, ഈ നരസിംഹമൊക്കെ ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന ആഭിചാരമൂർത്തിയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗണപതി ഇരിക്കേണ്ടടുത്ത് നരസിംഹത്തിനെ വെച്ചിരിക്കുന്നതൊക്കെ ഈ ബന്ധനക്രിയകളുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ പല രാജവംശങ്ങളും പലരും തകർന്നു പോകുന്നതിൻ്റെയൊക്കെ പുറകിൽ ഈ ഇത്തരം ഉപാസനകളിലേക്ക് ചെന്ന് ചാടിയതിൻ്റെ ചരിത്രമുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അതല്ലാത്തതുകൊണ്ട് താൽക്കാലിക വിജയം ഉണ്ടാവുമായിരിക്കും അല്ലേ? താൽക്കാലികമായിട്ടുള്ള വിജയം ഉണ്ടാവും. അപ്പം ഈ നരസിംഹത്തിനെ വെച്ചുകൊണ്ടുള്ള കഥ ഇങ്ങനെയാണ്. നരസിംഹം പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യകശിപു എന്ന് പറയുന്ന മനുഷ്യനെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ ആണ് ഈ കൊന്നുകളയുന്നത്. ഇതെല്ലാം ഈ മതം മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടിയെ വൈഷ്ണവനാക്കി. ശൈവനായിട്ടുള്ള, തികഞ്ഞ ശൈവനായിട്ടുള്ള ഹിരണ്യാക്ഷനെ മതം മാറ്റാൻ പറ്റാത്തത് കൊണ്ട് മകനെ മതം മാറ്റി, പിതാവിനെയും പുത്രനെയും തമ്മിൽ തല്ലിപ്പിച്ചു. ഇതാണ് ആ കഥ. അതിനുവേണ്ടി ഉപയോഗിച്ചത് നരസിംഹ എന്ന് പറയുന്ന മന്ത്രമൂർത്തിയാണ്. ഈ തൂണ് പിളർന്നു വന്ന നരസിംഹത്തിൻ്റെ ശല്യം പിന്നീട് വല്ലാതെ അങ്ങ് കൂടി. നമ്മൾ എന്തിൻ്റെയും ഒരു പശ്ചാത്തലം അന്വേഷിച്ചാൽ പിന്നീട് അതെല്ലാം ശല്യമായി, ബാധയായിട്ട് മാറും. ഈ നരസിംഹം എന്ന് പറയുന്ന ബാധയെ അകറ്റാൻ വേണ്ടി ശിവൻ സൃഷ്ടിച്ച ഭാവമാണ് ശരഭേശ്വരൻ. ഏറ്റുമാനൂരപ്പൻ. ശരഭേശ്വരൻ എന്ന് പറയുന്ന ഉഗ്രമൂർത്തിക്ക് സിംഹത്തിൻ്റെ ശരീരവും മനുഷ്യന്റെ കഴുത്തും സിംഹത്തിൻ്റെ മുഖവും, പ്രത്യങ്കരിയും ശൂലിനിയും, ഭദ്രകാളിയും ദുർഗയും പ്രത്യങ്കരിയും ശൂലിനിയും ചിറകുകളായിട്ടും, കാലിൽ വീരഭദ്രനും ഹൃദയത്തിൽ മഹാകാല ഭൈരവനും ആയിട്ടിരിക്കുന്ന ഉഗ്രസ്വരൂപമാണ് ശരഭേശ്വരൻ. ഈ ശരഭമാണ് ഞങ്ങളുടെ കളരിയുടെ അടിസ്ഥാനം തന്നെ. ഈ ശരഭേശ്വരനാണ്. ഈ ശരഭേശ്വരൻ്റെ മറ്റൊരു ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യനാണ് എന്ന് പറയും ശരഭേശ്വരൻ. ഈ ശരഭേശ്വരനെയാണ് അഗസ്ത്യ മഹർഷി രാമന് കൊടുക്കുന്നത്. 3ാമത്തെ ഗുരു അഗസ്ത്യ മഹർഷിയാണ്. ഈ അഗസ്ത്യ മഹർഷി, ഈ ആദിത്യഹൃദയം എന്ന് പറയുന്നത് ശരഭമന്ത്രത്തിൻ്റെ ഒരു സ്തുതി മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ആദിത്യഹൃദയം മറ്റൊന്നാണ്, ശരഭമന്ത്രമാണ്. ആ ശരഭമന്ത്രം അതിനകത്ത് കൊടുത്തിട്ടില്ല. അത് അഗസ്ത്യ മഹർഷി രാമന് ഉപദേശിച്ചു കൊടുത്ത ശരഭമന്ത്രം വ്യത്യാസമാണ്. ആ ശരഭേശ്വരനെയാണ്, ഖഡ്ഗരാവണന് ബദലായിട്ട് ശരഭേശ്വരനെയാണ് മുമ്പിൽ വെക്കുന്നത്. പലപ്പോഴും അവിടെ ഏറ്റുമുട്ടുന്നത് തന്നെ രണ്ട് ശിവഭാവങ്ങളാണ്. 2 ശിവഭാവങ്ങളാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കാലം കഴിഞ്ഞു, രാവണന് പോകേണ്ട കാലമായി. എന്തിനും ഒരവസാനമുണ്ട്. ഒന്നും നമ്മുടെ ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ ഒന്നും നിലനിൽക്കത്തില്ല. സാമ്രാജ്യങ്ങൾ നിൽക്കത്തില്ല. ഹോസലയും ഹൂണന്മാരും ശകന്മാരും കുശാനന്മാരും ചോള ചേര പാണ്ഡ്യന്മാരൊക്കെ കടന്നുപോയി. എന്തിനും കടന്നു പോകേണ്ട ഒരു കാലമുണ്ടെന്നും ഒന്നും ശാശ്വതമല്ലെന്നും രാമായണം നമ്മളെ മനസ്സിലാക്കി തരിക. ആ മരണഭയമില്ലാത്ത രാവണന്റെ മുമ്പിൽ രാമൻ പലപ്പോഴും പതറിപ്പോവുകയാണ്. അവിടെയാണ് ശരഭേശ്വരനെ ഉപയോഗിച്ച് അവിടെ ഈ മൂർത്തിയെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ കെടുത്തുന്നത്. അപ്പൊ ഈ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അപ്പൊ ഈ 10 തലയുടെ കോൺസെപ്റ്റ് എന്താ? 10 തല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശേഷിയാണ്. ദശരഥന്റെ ഉദാഹരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്.
10 തല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒന്ന് പേരാണ്. ഇപ്പൊ മീനാക്ഷി എന്ന് വിളിക്കുന്നു, മീനിനെ പോലെ കണ്ണുണ്ടാവണമെന്നില്ല. അതേപോലെ ആ പുത്രന് 10 തലയുടെ ബുദ്ധി ഉണ്ടാകണം, അതായത് 10 മനുഷ്യന്റെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഈ ഉപാസനയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വളരെയധികം കുതന്ത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ദ്രജിത്തിന്റെ ഭാര്യയെ വൈഷ്ണവ ഭക്തയാക്കുന്നതും അതിലൂടെ, അതേപോലെ വിഭീഷണൻ എന്ന് പറയുന്ന കോമാളി കഥാപാത്രത്തിന്, വെറും കോമാളിയാണ് വിഭീഷണൻ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വിശ്വാസങ്ങളെ മാറ്റി പ്രതിഷ്ഠിച്ചാൽ മാത്രമേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നും ഈ മതപരിവർത്തനവും അന്നും ഈ മതപരിവർത്തനവും ആ വിശ്വാസ പരിവർത്തനത്തിലൂടെ കോൺഫ്ലിക്റ്റ് സൃഷ്ടിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോഴും മതപരിവർത്തനത്തിന് വരുന്നവര് നമ്മളുടെ വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ ഇന്ന് കേരളത്തിൽ മതപരിവർത്തനത്തിന് വരുന്നവരുടെ ഇന്ന് വരെ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയും മതപരിവർത്തനം ചെയ്യാൻ എവിടെയെങ്കിലും ഇറങ്ങി നടന്ന് ഒരു ലഘുലേഖയുമായിട്ട് കാളി, കൃഷ്ണൻ, സുബ്രഹ്മണ്യൻ ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരു മുസ്ലിമും ഒരിടത്തും വന്നിട്ടില്ല. കേരളത്തിലെ ജനത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നതുമുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ ഈ ദേവതാ സങ്കല്പങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് പലരും. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അത് മുസ്ലിങ്ങളല്ല. ഇത് അനുഭവിക്കാത്ത, ഈ മതപരിവർത്തനത്തിന് വരുന്നവരുടെ അവരെ മുഖാമുഖം അനുഭവിക്കാത്ത, നേരിടാത്ത ഒരു വ്യക്തിയും കേരളത്തിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല, ഒരു വീടും ഉണ്ടാവില്ല. അപ്പൊ ഇത് വളരെ ഇപ്പൊ കാമിൽ ഫുഖെ, ഫാദർ കാമിൽ ഫുഖെ രാമായണത്തിന്റെ ഏറ്റവും വലിയ പഠനം നടത്തിയിരിക്കുന്നത് ഈ മതപരിവർത്തനത്തിന് വന്ന ഈ കാമിൽ ഫുഖെയാണ്. എന്തിനാ ഇവരിതിനെ കീറി മുറിച്ച് വ്യാഖ്യാനിച്ച് കുളമാക്കി ഇതിനെ എതിർക്കുന്നവരുടെ കയ്യിലേക്ക് ഇത്തരം പോയിന്റുകൾ ഇട്ടു കൊടുക്കുകയാണ്. രാമായണം എന്ന് പറഞ്ഞാൽ ഒന്നും അഭിമാനിക്കാനില്ല. രാമൻ എന്ന് പറയുന്ന ഒരാള് രാവണൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഒരാളെ നശിപ്പിച്ചു എന്ന് ഒരു ഭാഗം പറയുമ്പോൾ, വേറൊരു ഭാഗം പറയുന്നത് രാവണൻ എന്ന് പറയുന്ന വില്ലനെ രാമൻ എന്ന് പറയുന്ന നല്ലയാൾ കൊന്നു. നമ്മൾ ഈ രാമന്റെയും രാവണന്റെയും ഇടയിൽ നമ്മളെ തളച്ചിട്ടിരിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള സത്യം നമ്മൾ കാണാതെ പോകും. രാമായണത്തിന്റെ സത്യം അത് ഈ 3 ഗുരുക്കന്മാരിലൂടെ വരുന്നതാണ്. ഒന്നാമത്തെ ശ്വാസത്തിന്റെ രഹസ്യം, രണ്ടാമത്തത് ശ്വാസത്തിനെ തുലനം ചെയ്യുന്ന ബലയുടെയും അതിബലയുടെയും രഹസ്യം, മൂന്നാമത് ശ്വാസത്തിനെ ഏറ്റവും ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ശരഭേശ്വരന്റെ രഹസ്യം. ഈ അഘോരനെയും ശരഭേശ്വരനെയും ഖഡ്ഗരാവണനെയും കൈവെള്ളയിലെ നെല്ലിക്ക പോലെ തൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന മഹാഋഷിയാണ് അഗസ്ത്യൻ. ഭാരതത്തിൻ്റെ ഭാഗ്യവിധാതാവ് വാസ്തവത്തിൽ അഗസ്ത്യ മഹർഷിയാണ്. ഭാരതത്തിൻ്റെ വിശാലമായ ഭാരതത്തിന് ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രപിതാവ് ഉണ്ടെങ്കിൽ അത് അഗസ്ത്യ മഹർഷിയാണ്. വിശാലമായ ഭാരതത്തിന് ഒരു സാംസ്കാരികമായ അർത്ഥത്തിൽ രാഷ്ട്രപിതാവ് ഉണ്ടെങ്കിൽ അത് അഗസ്ത്യ മഹർഷിയാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ എന്ന് പറയാം അല്ലേ? അല്ല, അഗസ്ത്യ മഹർഷി ഭാരതത്തിൻ്റെ ഏകതയുടെ ഒരു പ്രതീകമാണ്. അകത്തിനെ കടന്നവൻ, അതായത് വിന്ധ്യാപർവ്വതത്തിനെ അകപർവ്വതം എന്നൊരു വാക്കുണ്ട്, അതിനെ കടന്നവനെന്നും അകത്തീയൻ എന്നും അകത്തിരിക്കുന്ന തീയെന്നും ഒക്കെയുള്ള നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. അഗസ്ത്യ മഹർഷിയെ പിടികിട്ടില്ല. ഇതിൻ്റെയൊക്കെ തത്വവും പൊരുളും തേടുമ്പോഴേ ഇതെന്താണെന്ന് മനസ്സിലാകും. ഋഷിമാരിലെ ഏറ്റവും വലിയ പ്രഹേളികയാണ്. തമിഴിന് ആധാരമായിട്ടുള്ള തോൽക്കാപ്യം എഴുതിയ ആള് അഗസ്ത്യനെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ ഇന്നത്തെ ചരിത്രം എന്താണ് ഈ തോൽക്കാപ്യം? തോൽക്കാപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമായ വ്യാകരണവും മറ്റ് സാംസ്കാരിക നിയമങ്ങളും ഒക്കെ ചേരുന്ന ഒരു തമിഴ് ഗ്രന്ഥമാണ് തോൽക്കാപ്യം. ആ തോൽക്കാപ്യം അതിനുശേഷം വന്നത് സംഘ സാഹിത്യത്തിനൊക്കെ മുമ്പേ പറയാവുന്ന ഒന്നാണ് തോൽക്കാപ്യം. അപ്പൊ ഈ തോൽക്കാപ്യത്തിനകത്ത് പറയുന്ന ഒരു ഗ്രന്ഥമാണ് അകത്തിയ ഭാരതം. ഈ അകത്തിയ ഭാരതത്തിനകത്താണ് നൃത്തകലയുടെയും ഒക്കെ അടിസ്ഥാനങ്ങൾ പറയുന്നത്. അപ്പൊ ഈ അഗസ്ത്യ മഹർഷി വേദകാലത്തിന് മുമ്പേ ഉള്ളതാണ്. വേദങ്ങളിൽ പോലും അഗസ്ത്യനെ കാണാം. ഈ വേദങ്ങളൊന്നും വലിയ സംഭവമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. വേദങ്ങൾ ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള
ഒരു വിഭാഗം ജനത അവരുടെ സാംസ്കാരിക സ്രോതസ്സായിട്ട് ഉപയോഗിച്ച് അവിടെ നിന്ന് ഇവിടേക്കും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് വേദം. ആ വേദത്തിനകത്ത് അത് മുഴുവൻ ഭാരതത്തിൻ്റെയും സാംസ്കാരിക പൈതൃകമൊന്നും വേദത്തിന് ഇല്ല. കാരണം വേദത്തിലൊന്നും ഗോദാവരിയോ കാവേരിയോ നർമ്മദയോ ഒന്നും ഇല്ല. ഭാരതത്തിലെ ദക്ഷിണ ഭാരതത്തിലെ അല്ല, മധ്യഭാരതം തൊട്ടുള്ള മുഖ്യധാരാ നദികളോ ഭൂമികളോ ഒന്നും ഈ ഒരു വൈദിക വേദങ്ങളിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വേദങ്ങൾക്ക് മുമ്പേ അഗസ്ത്യ മഹർഷിയുണ്ട്, ഇപ്പോഴും അഗസ്ത്യ മഹർഷിയുണ്ട്, ജീവിക്കുന്നുണ്ട്. അഗസ്ത്യ മഹർഷി ഒരു നിത്യസത്യമാണ്. കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നിന്ന് കുറച്ച് പേര് അഗസ്ത്യമല തേടി വന്നു. പൊതികമല എന്നാണ് അവർ പറയുന്നത്. ബുദ്ധനും അഗസ്ത്യനും ഒന്നാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അഗസ്ത്യ മഹർഷിയാണ് യന്ത്ര സാഹിത്യം നമുക്ക് നൽകുന്ന, യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന വിദ്യ കൊണ്ടുവരുന്നത് അഗസ്ത്യ മഹർഷിയാണ്. ഭരദ്വാജന് അഗസ്ത്യനിൽ നിന്നാണ് യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുകൾ കിട്ടുന്നത്. ഈ കളരിപ്പയറ്റ് തീർച്ചയായിട്ടും അഗസ്ത്യ മഹർഷിയാണെന്ന് നമ്മൾ മുമ്പേ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു. അഗസ്ത്യ മഹർഷിയാണ് ഭാരതത്തിന്റെ ഏകീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഋഷി. അഗസ്ത്യമുനി എന്നുള്ളത് ഒരു സങ്കല്പമാണോ, ഒരു വ്യക്തി ഉണ്ടായിരുന്നോ? അല്ല, അഗസ്ത്യമുനി എന്ന് പറയുന്നത് കാലത്തിനെ അതീതനായിട്ട് നിൽക്കുന്ന മഹാഗുരുവാണ്. ഈ ശ്രീ എന്ന് ചേർത്തിട്ടേ പറയാൻ പാടുള്ളൂ. ഞാൻ ആവർത്തിച്ച് അഗസ്ത്യ മഹർഷി എന്ന് പറഞ്ഞത് എൻ്റെ അഹങ്കാരമാണ്. ശ്രീ അഗസ്ത്യ ഗുരു എന്ന് മാത്രമേ ഈ വിദ്യ കൈകാര്യം ചെയ്യുന്നവർ പറയാൻ പാടുള്ളൂ.